കൊല്ലും ഞാൻ. ഒന്നിൽ ഞാൻ അല്ലെങ്കിൽ താൻ, അല്ലെ തന്നെ കൊന്ന് ഞാൻ ചാവും. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ മാനം പോയില്ലേ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒക്കുവോ? ഇതിൽ കൂടുതൽ എന്തോന്നു മാനം പോകാൻ? താൻ ഈ എഴുത്തുന്നുണ്ടോ? ഇവരുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു, അതും എനിക്ക്. ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുകൂട്ടി ഒന്നുചേർന്നു പോയി. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കത്ത് എഴുതുന്നത്. ഈ ബന്ധത്തിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാനും രേവതിയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോകാൻ നിർബന്ധിതരാകും. ഓടിക്കോ, ഓടിക്കോ. എന്തിനാ ഒളിച്ചോടുന്നത്? എല്ലാവരുടെയും മുമ്പിൽ കൊടുത്തിട്ട് ഓടിക്കോ. പക്ഷേ അതിനു മുമ്പ് ഞാനും താനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തണം. ചേട്ടാ, ഇയാളിത് മനഃപൂർവ്വം ആരെയോ കൊണ്ട് കരഞ്ഞു കുട്ടി എഴുതിപ്പിച്ചതാ. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ കൊച്ചു പെണ്ണില്ലേ, അവളൊന്നോട്ട് എഴുന്നള്ളിക്കാനാ. ദേ, അത് നടക്കില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് 3 കുട്ടികളെപ്പുറത്തോ സ്വർണവും പലിശയും തിരിച്ചു കിട്ടണം. അതല്ലേ വേണ്ടു. മനസ്സില്ല, അവിടെ കേസ് കൊടുക്ക. ഇപ്പൊ താൻ ഈ വീട്ടിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. എന്താ വേണ്ടേ? ചേച്ചി, എനിക്കറിയാം ഈ പറയുന്നത് പോലെ ഒരു ബന്ധവും ചേച്ചിക്കില്ല. മേനോൻ അദ്ദേഹത്തിന് എനിക്കറിയാം. യാതൊരു വൃത്തികേടും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുക നല്ലത്. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിനെ പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല. അമ്മ വെങ്കന്മാരെ പോലും. സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ നിനക്ക് പുതിയ ലൈൻ ഉണ്ടോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഓ വക്കീലെ, ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അവനെ ഞാനിവിടെ വരുത്താം. ഞാൻ വിളിക്കാം. അയ്യോ അയ്യോ, മേനോദ്യം മുൻകോപിയാ. ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം. മേനോദ്യം ആദ്യമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ ഒഴിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ അതാ നല്ലത്. പാടി. നമസ്കാരം. താനാണോ എഴുത്തത്? ഏതെഴുത്ത്? ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ട് തന്നെയാണോ ചെയ്തത്? ഞാൻ രേവതിയെ പ്രേമിക്കുന്നു, രേവതി എന്നെയും. വക്കീലേ, എടാ തന്തയ്ക്ക് എനിക്കത്ത നീയോ അച്ഛൻ? ഓ, അപ്പൊ ഇത് തന്റെ ശ്രദ്ധതയാണല്ലേ? ചുമ്മാതല്ല പിടിച്ചു പോയത്. ആമ്പിള്ളേരായാൽ ഈ പ്രായത്തിൽ കുറച്ച് കുസൃത്തരങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. അനാവശ്യം പറയരുത്. സത്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ വയസ്സുകാലത്ത് മേനോൻ അദ്ദേഹം ചെയ്ത അത്രയും കുസൃത്തരം എന്റെ മോന്റെ മക്കളില്ല. ചെറുക്ക, സത്യം പറയണം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞോ? അയ്യോ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മേനോൻ അദ്ദേഹത്തിന്റെ മകൾ രേവതി ഞാനും തമ്മിൽ സ്നേഹമാണെന്ന്. എന്റെ മകള് രേവതിയോ? അതേത് മകള്? എന്റെ കടയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മകൾ രേവതി. സത്യം പറ മനുഷ്യ, ഞാൻ അറിയാതെ നിങ്ങൾക്ക് എത്ര ഭാര്യ മക്കളുണ്ട്? എടോ, എനിക്കൊന്നും അറിയില്ല. അത് കൊള്ളാം. സ്വന്തം മകളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അവളെ ദിവസവും ഇവിടെ കൊണ്ട് വിടാറുള്ളതല്ലേ. വെറുതെ കള്ളം പറയാതെ അമ്മാവ. അമ്മാവനോ? ഏത് വകുപ്പിലെ? ആ പെണ്ണിപ്പോ നിന്റെ കടയിലുണ്ടോ? ഉണ്ട്. വിളിപ്പിക്കേ. വരട്ടെ. വിളിക്കേ. വിളിക്കാൻ. ഇതാ, ഇത് നിങ്ങളുടെ മകളല്ലെന്ന് പറയാം. ആഹാ, എന്റെ ഉദ്ദേശത്തിൽ അല്പം തെറ്റുപറ്റിയെന്നേ ഉള്ളൂ. അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അല്ലേ? കുട്ടി, ഞാൻ കുട്ടിയുടെ തന്തയാണെന്ന് കുട്ടി അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെ മകളാണെന്ന് പറഞ്ഞോ? നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കൂ, എന്നെ ശിക്ഷിക്കൂ, എന്ത് വേണേലും ചെയ്യാം. ഒരു ജോലി അന്വേഷിച്ചലഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നാടകമൊക്കെ കളിച്ചു.
മനഃപൂർവ്വമല്ല. ആദ്യം പറഞ്ഞ കള്ളം നിലനിർത്താൻ വേണ്ടി പിന്നെ പല കള്ളങ്ങളും പറയേണ്ടതായും ചെയ്യേണ്ടതായും വന്നു. അതാണ് സത്യം. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചേ തീരൂ. കുട്ടി കരയണ്ട, ഞങ്ങൾക്കാർക്കും കുട്ടിയോട് യാതൊരു വിരോധവും ഇല്ല. അപ്പോ നിങ്ങളുടെ മറ്റേ മോനോ? വീണ്ടും തുടങ്ങി. രണ്ടിലൊന്നും അറിയാനാ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ മഹാവൃത്തികെട്ടവനാ. അത് തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മകളെവിടെ? അയ്യോ, അത് ശല്യമായല്ലോ. ഇത്ര നാളും എന്റെ മോനെവിടെ ചോദിച്ചു നടന്നു. ഇപ്പൊ അയാളുടെ മോളെവിടെയാണ്? തനിക്കെന്തൊരു അസുഖമുണ്ട്? തന്റെ മകനെ ഞാൻ കണ്ടുപിടിക്കുമെന്നായപ്പോൾ എന്റെ മകളെ താൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം. എവിടെ എന്റെ മകൾ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി താമസിപ്പിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ? തന്റെ കളി ഇന്ന് ഞാൻ നിർത്തും. തേങ്ങ കളിക്കരുത്, പൊട്ടുവത്. പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഒറ്റെണ്ണം അനങ്ങിപ്പോകരുത്. എന്റെ ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചേക്കണം. ഇല്ലെങ്കിൽ ശവം പോലും ബാക്കി കാണില്ല. നടക്ക്. വേണം, നടക്ക്. അങ്ങോട്ട്. സമാധാനമല്ലോ തനിക്ക് അല്ലേ? ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോവില്ല. തനിക്ക് എപ്പോഴും എന്നെ സംശയ. നിങ്ങൾക്കും. അതാ പറഞ്ഞത്, തീർന്നു ബന്ധം. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടു വിട്ടു. അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. നടക്കേ. ഒരു വലിയ മഴ പെയ്ത് തോർന്നുപോലുണ്ട്. ഏതായാലും കലങ്ങിയ വെള്ളമെല്ലാം തെളിഞ്ഞു. രാമുണ്ണി മേനോന്റെ മകളാണ് എന്ന് ധരിച്ചാണ് ഞാൻ പ്രേമിച്ചെങ്കിലും ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് കഴിഞ്ഞതൊക്കെ മറന്നാളെ. എന്നായാലും ഒരു പെണ്ണെ വലിച്ച് തലയെ കെട്ടണം. എന്നാ പിന്നെ രേവതി തന്നെ എന്റെ തലയിലോട്ട് കയറിക്കും. ഗോപു പറയുന്നു ഗോപുവിനെ വിവാഹം കഴിക്കണമെന്ന്. ശ്യാമു അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും കാലം ഞാനും ശ്യാമുവും ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചുകൊണ്ടിരുന്നു. ആ ഒരു കൺസിഡറേഷനെങ്കിലും ഞാൻ ശ്യാമിനോട് കാണിക്കണ്ടേ? അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ചാവാന്നാണോ? ഇവിടെ യുദ്ധം നടന്നതിനിടയിൽ ഞാനൊരു കാര്യം ഒപ്പിച്ചു. എന്താ? ഒരു നറുക്കെടുപ്പ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഇതിലുണ്ട്. ഗോപു എടുക്കൂ. ആരുടെ പേര് വരുന്നോ അയാളെ ഞാൻ വിവാഹം ചെയ്യാം.
ശ്യാം ശ്യാം ഏയ് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. 10-20 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു. ഇനിയിപ്പോ ഭാര്യ പിണങ്ങിപ്പോയെന്ന് വെച്ചിട്ട് ബ്രഹ്മചാരിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. എവിടെങ്കിലും നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കഴിക്കണം. എനിക്കും അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. എവിടുന്നെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഒരു പുതിയ ജീവിതം ഒന്ന് ആരംഭിക്കണം. എന്താ? എനിക്ക് ഏതായാലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാൻ. കളി കഴിയാറായപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ എന്റെ ശങ്കരമംഗലത്തെ രേവതി അമ്മേ.